नमस्कार दोस्तों, कैसे हैं आप सब। आशा करती हूँ कि आप लोग बहुत बढ़िया होंगे। तो आप लोगों में से बहुत लोगों ने मुझे कमेंट किया था कि आप रिएक्ट करो द अनसेलिबल द थिस्पियन ट्रिब्यूट टू मोहनलाल बर्थडे स्पेशल वीडियो है प्रणव श्री प्रसाद। हाँ तो भाई ये वीडियो है, आप लोगों ने काफ़ी बार मुझे रिएक्ट करने को इस पर बोला। तो इसको मैंने ढूंढ लिया कि वीडियो कहाँ पर है, तो चलिए इस पर रिएक्ट करते हैं। 2, 3, start. Disclaimer. He's been a superstar as long as I can remember, because there's only one Mohanlal that happens once in 100 years, I think. But when you see him on screen, there's a magic. See, അദ്ദേഹം ഒരു അവതാരമാണ്. साहब कितना पहले से काम कर रहे हैं यार, ये इतना वो टाइम आया है यार, इतना चेंजेस है। पैसा वीजा करते ആനന്ദ നടനം അവൻ ആടി എന്നാണ്. ഇനി എന്റെ പേറ്റി പോവുകയോ രഞ്ജിനിയോട് സംസാരിക്കാൻ इसे कहते हैं। ഞാൻ അച്ഛനായിട്ട് അഭിനയിക്കുമ്പോ എന്റെ മകനാണെന്ന് പൂർണ്ണമായിട്ടും തോന്നിയിട്ടുള്ളത് ലാലന്റെ കൂടെ അഭിനയിക്കുന്നത്. നിന്റെ അച്ഛനാ പറയുന്നത്. കത്തിതായിടുക. Mohanlal, which is the ease with which, the nuances that he picks up. മഞ്ഞൾ പൊരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്ന സിനിമയിൽ യു ലുക്ക് വെരി അഗ്ലി ഇൻ ദാറ്റ് ഫിലിം. ഇപ്പൊ എന്റെ മുന്നിലിരിക്കുന്ന മോഹൻലാൽ എന്ന് പറയുമ്പോൾ ഇൻക്രെഡിബിളി ഹാൻസം ആയിരിക്കും. ഞാൻ ഭയങ്കര ഗ്ലാമർ ആയിരുന്നു കുറച്ചു കാലം മുമ്പ്. Mohanlal തിരിച്ചാൽ it will be like a lighthouse. ഇപ്പോഴും മോശമൊന്നുമില്ല. ഇല്ല. Still I love you. പോരുന്നോ എന്റെ കൂടെ? ഞാൻ ക്ലാരെ മാരി ചെയ്യട്ടെ? काम किया है क्या? സാഗർ കോട്ടപ്പുറം എന്ന് പറഞ്ഞ് 24 hours വെള്ളമടിച്ച് നടക്കുന്ന അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു നടൻ ലോകത്തിൽ അവതരിപ്പിച്ചാൽ मुझे सब पता भी नहीं। അഭിനയിക്കാൻ ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യമാണ് ഒരു സീൻ അഭിനയിപ്പിച്ച ഒരാളെ ചിരിപ്പിക്കുക. നീ എന്താ ഈ കത്തി വേഷത്തില്? ഇപ്പോൾ ബാർബറെ ഞാൻ കണ്ടുപിടിക്കും. എന്നിട്ട് ഞാൻ ഉറങ്ങും. ഈ ഹരിക്കുമ്പോഴും കുളിക്കുമ്പോഴും ഉത്തര ശനിയാണെന്ന് തുണിയാവുന്ന ഹജ്ജും കുളിക്കാൻ നോക്കും നല്ലല്ലേന്ന്. ശരി സഹോദരി. ഞാൻ കണ്ട് കിണ്ടി കോണ്ടസയിൽ നമ്മൾ ബിയർ അടിക്കാൻ ഡെറാഡൂണിൽ അച്ഛനെ കാണാൻ കോണ്ടസയിൽ നമ്മൾ ഓടിച്ചിട്ട് കോണ്ടസയിൽ നമ്മൾ എന്താണ് ഇത്? കൊല വഴിപ്പിക്കാൻ ചാക്കി കെട്ടി വെച്ചിരിക്കുന്ന. എടേ നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. കുറെ സമയമായിട്ട് കളിയാക്കണം. Would you like to share some nice time with me and we'll go and enjoy the... അല്ല, മലയാളം അറിയാമോ? മലയാളം. എടോ അപ്പനെന്ന് പേരുള്ള തേർഡ് റേറ്റ് ചെറ്റെ താൻ ആരാടോ?
നിന്റെയൊക്കെ സർവീസ് നിഘണ്ടുവിലെ തലയിൽ കിരീടമുള്ളവന്മാർക്ക് അവന്റെയൊക്കെ തന്ത ഉണ്ടാക്കിയ നിയമം അല്ലേ? സിൻസ് ദ ലോ ഈസ് ഓൾവേസ് എബോവ് ദ ലോ. എടുത്ത് കാർക്കിച്ച് തുപ്പും സക്കീർ ഹുസൈൻ. മാറാഞ്ചേരി കരുണാകര മേനോന്റെ മാനത്തിന് വില പറയാമെന്ന പട്ടി ചവിട്ടി നെഞ്ചുകൂടി ഞാൻ പിടിക്കും. ഇവിടെ കളിയിറക്കാൻ ഇത് അങ്ങേർക്ക് വേണ്ടി കുടിക്കുന്നതാ. ഓൾഡ് ഫ്യൂഡൽ ലോ. മംഗലശ്ശേരി നീലകണ്ഠന് വേണ്ടി. എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൊണ്ട് സ്ഥലം മാറ്റിക്കളയെന്നൊന്നാവില്ല. കൊന്നളെ ഞാൻ. ഒന്നും നടന്നില്ലെങ്കിൽ തന്നെ പച്ചയ്ക്ക് കൊളുത്തിയിട്ടേ ജഗന്നാഥ് മണ്ണിൽ. ഞാനിങ്ങനെ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് നടത്തുന്ന പോലെ ഈ 6 അടി 1.5 ഇഞ്ചിൽ സവാരി ഗിരിഗിരി നടത്തും. മോനെ ദിനേശ, എന്നെ തടയാൻ നിൽക്കല്ലേ. തടഞ്ഞാൽ നിന്നെ ഈ പെരുവഴിയിലിട്ട് തല്ലി ചതക്കിയല്ല, കുത്തിക്കൊല്ലും ഞാൻ. തട്ടും പറഞ്ഞാൽ തട്ടും. വേലായുധനെ നേരെ നിന്ന് അടിക്കാനുള്ള ചങ്കുറപ്പ് നിനക്കായിട്ടുണ്ട്. ഇപ്പൊ അടിക്കണം. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. அவங்க அப்படி நினைக்கல. മോഹൻലാല് പാട്ടുകൾക്ക് ചുണ്ടനക്കുമ്പോൾ അവിടെ നമ്മൾ ദാസേട്ടനെ മറക്കുന്നു, ജയചന്ദ്രനെ മറക്കുന്നു, ഹരിഹരനെ മറക്കുന്നു, സർവ്വ പാട്ടുകാരെ മറന്നിട്ട് ഇത് മോഹൻലാലാണ് പാടുന്നത് നമുക്ക് തോന്നിപ്പോറുണ്ട്. സംഗീതം അറിയും തോറും അകലം കൂടുന്ന മഹാസാഗരം. इस सिंगर को भूल जाते हैं लोग इनकी आवाज सुनकर, लिप सिंक देखकर. മോഹൻലാലിന് മാത്രമേ ആ സ്വാമിനാഥയിലെ സ്വരങ്ങള് ഒറ്റ ഷോട്ടാണ്. ഇത് മോഹൻലാൽ ഒറ്റ ലിപ്പിൽ പാടിയില്ല. നല്ല നടന്മാർ ഒരുപാട് പേര്, എങ്കിലും ഇപ്പൊ ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ മോഹൻലാലാണ് ഒരു മഹാനായ നടൻ. कंप्लीट एक्टर ये कहना पड़ेगा. ലാലിന്റെ റേഞ്ച് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ശരിക്കും ഫുൾ മറ്റുള്ളതായിരുന്നു. ഷോർട്ട് എടുത്തു കഴിഞ്ഞാൽ അമരീഷ് പുരി കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞു. ലോകത്തൊരു നടൻ ചെയ്യും. മോഹൻലാലിന്റെ കൺപൂരികൾ നഖത്തിന്റെ അറ്റം പോലും അഭിനയിക്കും. He is one of the finest actors in the country today. He's so effortless in his performance. ഏത് വേഷം ഇറങ്ങിച്ചേരുകയും അത് മനോഹരമായി ചെയ്യുന്ന ഏക നടൻ ഇപ്പൊ ജീവിച്ചിരിക്കുന്നതിൽ മോഹൻലാൽ മാത്രമേ ഉള്ളൂ. മോഹൻലാലിനെ പോലെ ആരും അഭിനയിക്കാൻ പറ്റില്ല. एक्टिंग जो है वो आइस प्रोसेस काफी अच्छी होगी. मतलब मैं क्या ही बोलूँ, आप देख सकते हो. ओनली थिंग മോഹൻലാൽ എന്നെ വിസ്മയിപ്പിച്ച പോലെ ആരും വിസ്മയിപ്പിച്ചിട്ടില്ല. മോഹൻലാൽ വിസ്മയങ്ങളുടെ അവസാനിക്കാത്ത ഒരു ഖനിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. वाओ, बहुत खूबसूरत सा भाई ट्रिब्यूट टाइप्स है, ये आप देख सकते हो. और मोहनलाल सर को
और काफ़ी अच्छा है, जिन्होंने बनाया है भाई उसको पहले को काफ़ी अच्छा, काफ़ी मेहनत किया है भाई वीडियो बनाने में। इतना कुछ सीन हर मूवीज़ का फ्रॉम ओल्ड टू न्यू आप देख सकते हो, इतना ज़्यादा कट वगैरह किया, फिर एकदम काफ़ी ऐसा मस्त मस्त सीन काट काट के भाई एडिट किया है भाई। बहुत अच्छा ट्रिब्यूट टू मोहनलाल सर को किया गया है, जो कि बहुत खूबसूरत ढंग से किया गया है। और हम इससे उनकी पूरी लाइफ जर्नी मूवीज़ को लेके कैसी रही है हम देख सकते हैं, काफ़ी बढ़िया था यार। और उनकी मतलब मैं खुद बहुत सी चीज़ें मुझे इस वीडियो के थ्रू देखने को मिली उनके बारे में। मैंने सारी मूवीज़ तो नहीं देखा जा सकता, मैंने नहीं भी देखी, बट देख सकती हूँ। लेकिन इस वीडियो के थ्रू मैंने उनके कुछ मूवी के सीन्स देखे भाई, कुछ बहुत बढ़िया बढ़िया थे। उनके आइज़ एक्सप्रेशंस, उनके बोलने का मतलब बोलते कैसे हैं मूवीज़ में वो, और कैसे पहले थे मूवीज़ में और अब कितना चेंजेस आया है। और भाई लेकिन वो जो क्वालिटी होती वो अभी भी वही है। और मैं वही सोचती हूँ कि लोग इनको इतना ज़्यादा मतलब प्रेज़ क्यों करते हैं। मैं वैसे भी अभी बहुत पहले से इनको नहीं जान रही हूँ, बट जब से जानी हूँ, जब से इनकी मूवीज़ वगैरह देखना शुरू की हूँ, मैं भी इनकी फ़ैन हो गई हूँ। मतलब मुझे भी काफ़ी अच्छी लगती है इनकी एक्टिंग। और भाई लोग मुझे कहते हैं मोहनलाल के सर की ऐसी वीडियो बनाओ, वो वीडियो बनाओ। भाई हम समझ सकते हैं कि इनको इतना लोग पसंद क्यों करते हैं, क्योंकि भाई उन्होंने भाई बहुत बढ़िया काम किया है साउथ में। आप देख सकते हो कि उनकी जर्नी इतनी कलरफुल रही है, इतनी अलग अलग टाइप की उन्होंने मूवी किए हैं, हर टाइप की किया है उन्होंने, डांस से लेके सिंगिंग से लेके, मतलब आप देख सकते हो हर टाइप की एक्टिंग, कॉमेडी, रोमांटिक, रॉ टाइप सब किया है भाई। अच्छा भाई इसी को कहते हैं एक्टर, द कंप्लीट एक्टर। तो भाई मज़ा आया। आप लोग भी कमेंट करो भाई अब किस पे ऐसे स्पेशल टाइप में वीडियो बनाओ जिनको ऐसे ट्रिब्यूट दिया गया हो, आप लोग कमेंट करिएगा। तो फिर मिलते हैं नेक्स्ट वीडियो में, तब तक के लिए गुड बाय।